നമസ്തേ. ഭാരതത്തിന്റെ പൈതൃകമെന്ന് പറഞ്ഞ് നാം പലപ്പോഴും അവഗണിക്കുന്ന പല കാര്യങ്ങളും ലോകം അത്ഭുതത്തോടെയും ആദരവോടെയും പഠിക്കുകയാണ്. 2600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭാരതീയ ഋഷിയുടെ പ്രതിമ ഇന്ന് ബ്രിട്ടനിലെ ലോകപ്രശസ്ത ശസ്ത്രക്രിയാ സ്ഥാപനത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു പ്രതിമയുടെ കഥ മാത്രമല്ല, സത്യം ഒടുവിൽ ലോകം അംഗീകരിക്കുന്നതിന്റെ കഥയാണ്. ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു മഹാനാണ് മഹർഷി സുശ്രുതൻ. എന്നാൽ ഇന്ന് ലോക മെഡിക്കൽ ചരിത്രം അദ്ദേഹത്തെ വീണ്ടും കേന്ദ്ര സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 2600 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക ശസ്ത്രക്രിയയുടെ അടിത്തറ പാകിയ ആയുർവേദ ഭിഷഗ്വരനായ സുശ്രുതന്റെ സംഭാവനകളെ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ എന്നാൽ ആധുനിക വൈദ്യശാസ്ത്ര സ്ഥാപനം അംഗീകരിച്ചപ്പോൾ അത് പുരാതന ഭാരതീയ വൈദ്യശാസ്ത്ര ശാഖയായ ആയുർവേദത്തിനുള്ള ആഗോള അംഗീകാരമായി. ബ്രിട്ടനിലെ സ്കോട്ട്ലാൻഡിലുള്ള റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബറോയിലാണ് മഹർഷി സുശ്രുതന്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. 90 കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ വെങ്കല പ്രതിമ. ഭാരതത്തിൽ ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവെന്നാണ് സുശ്രുതൻ അറിയപ്പെടുന്നത്. ശസ്ത്രക്രിയാ രംഗത്തെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വ്യക്തിത്വങ്ങളിൽ ഒരാളായാണ് സ്ഥാപനം അദ്ദേഹത്തെ ആദരിച്ചത്. ബ്രിട്ടനിലെ ശസ്ത്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്ന മെഡിക്കൽ സ്ഥാപനം തന്നെ 2600 വർഷങ്ങൾക്കു ശേഷം സുശ്രുതന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തുവെന്നത് കാലത്തിന്റെ കാവ്യനീതിയായിരിക്കാം. അതിനാൽ തന്നെ ഈ സംഭവം ഇന്ത്യയുടേതെന്നല്ല, ആഗോള മെഡിക്കൽ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. കേവലം ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിലപ്പുറം സുശ്രുതന്റെ പേരിൽ 2 പുതിയ വാർഷിക സ്കോളർഷിപ്പുകളും റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബറോ പ്രഖ്യാപിച്ചു. പാശ്ചാത്യ മെഡിക്കൽ ലോകം ഭാരതത്തിന്റെ ശസ്ത്രക്രിയാ പാരമ്പര്യത്തെയും അതിന്റെ പിതാവിനെയും നെഞ്ചേറ്റുന്ന ഈ നിമിഷം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഇത് സാധാരണമായ ഒരു ചടങ്ങല്ല. ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളുടെ സംഭാവനകൾക്ക് പാശ്ചാത്യ മെഡിക്കൽ ലോകം നൽകുന്ന ഔദ്യോഗിക അംഗീകാരമാണിത്. ആരാണ് സുശ്രുത മഹർഷി? ലോക ശസ്ത്രക്രിയയുടെ പിതാവായി അറിയപ്പെടുന്ന ഭാരതത്തിന്റെ മഹാനായ ഭിഷഗ്വരൻ. ഇന്ന് ലോകമെമ്പാടുമുള്ള ആശുപത്രികളിൽ ദിവസേന ആയിരക്കണക്കിന് ശസ്ത്രക്രിയകൾ നടക്കുന്നു. ഹൃദയമാറ്റ ശസ്ത്രക്രിയ മുതൽ പ്ലാസ്റ്റിക് സർജറി വരെ വൈദ്യശാസ്ത്രം അത്ഭുതകരമായ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ മനുഷ്യ ശരീരത്തെ ശാസ്ത്രീയമായി പഠിച്ച് ശസ്ത്രക്രിയയെ ഒരു ക്രമബദ്ധമായ ചികിത്സാ രീതിയായി വികസിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രം നമ്മെ കൊണ്ടെത്തിക്കുന്നത് പുരാതന ഭാരതത്തിലെ ഒരു മഹാനായ ഋഷിയിലേക്കാണ്, മഹർഷി സുശ്രുതനിലേക്ക്. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സുശ്രുതൻ ശസ്ത്രക്രിയയെ ശാസ്ത്രീയമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ലോകത്തിലെ ആദ്യകാല വൈദ്യശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന പേരിൽ ലോകമെമ്പാടും ആദരിക്കപ്പെടുന്നത്. ചരിത്രരേഖകൾ പ്രകാരം സുശ്രുതൻ ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അദ്ദേഹം കാശി രാജ്യം, അതായത് ഇന്നത്തെ വാരണാസി, കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ആയുർവേദത്തിന്റെ ദൈവിക ഗുരുവായി കണക്കാക്കപ്പെടുന്ന ധന്വന്തരിയുടെ ശിഷ്യനായിരുന്നു സുശ്രുതൻ എന്നാണ് ആയുർവേദ പാരമ്പര്യത്തിലെ വിശ്വാസം. മനുഷ്യ ശരീരത്തെയും രോഗങ്ങളെയും വെറും ആത്മീയ കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെയും പഠിക്കണമെന്ന സമീപനമാണ് അദ്ദേഹത്തെ മറ്റു വൈദ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. സുശ്രുത സംഹിത ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ഗ്രന്ഥം. സുശ്രുതന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് സുശ്രുത സംഹിത. ആയുർവേദത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങളിലൊന്നായ ഇത് വെറും ചികിത്സാ ഗ്രന്ഥമല്ല. ശസ്ത്രക്രിയ, ശരീരഘടനാശാസ്ത്രം, അസ്ഥി ചികിത്സ, നേത്ര ചികിത്സ, പ്രസവശാസ്ത്രം, വിഷചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന വിജ്ഞാന കോശമാണ്. ഈ ഗ്രന്ഥത്തിൽ 300-ലധികം ശസ്ത്രക്രിയാ രീതികൾ, 120-ലധികം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, 1000-ലധികം രോഗങ്ങളുടെ വിവരണം, 100 കണക്കിന് ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം, അസ്ഥി ചികിത്സ, നേത്ര ചികിത്സ, പ്ലാസ്റ്റിക് സർജറി, പ്രസവ ചികിത്സ, മുറിവ് ചികിത്സ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നും മെഡിക്കൽ ചരിത്രം പഠിക്കുന്നവർക്ക് അത്ഭുതം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അറിവുകളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. സുശ്രുതനെ പലരും ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്നും വിശേഷിപ്പിക്കുന്നു. പുരാതന ഭാരതത്തിൽ ചില കുറ്റങ്ങൾക്ക് ശിക്ഷയായി മൂക്ക് മുറിച്ചു മാറ്റുന്ന രീതി നിലനിന്നിരുന്നു. ഇത്തരത്തിൽ മൂക്ക് നഷ്ടപ്പെട്ടവർക്കായി നെറ്റിയിലെയോ കവിളിലെയോ ചർമ്മം ഉപയോഗിച്ച് മൂക്ക് പുനർനിർമ്മിക്കുന്ന ശസ്ത്രക്രിയാ രീതിയെക്കുറിച്ച് സുശ്രുതൻ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന റൈനോപ്ലാസ്റ്റിയുടെ അടിസ്ഥാന രൂപമായി ഇതിനെ കണക്കാക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ശസ്ത്രക്രിയാ വിദഗ്ധർ ഭാരതത്തിൽ നിന്ന് ഈ രീതി പഠിച്ചുവെന്ന ചരിത്ര രേഖകളും ലഭ്യമാണ്. ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന പല പ്ലാസ്റ്റിക് സർജറി സാങ്കേതിക വിദ്യകളുടെയും അടിസ്ഥാന ആശയങ്ങൾ
സുശ്രുതന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മനുഷ്യ ശരീരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ശവശരീരങ്ങൾ ഉപയോഗിച്ച് പഠനം നടത്തണമെന്ന് നിർദ്ദേശിച്ച ആദ്യകാല വൈദ്യശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു സുശ്രുതൻ. ഇന്നത്തെ മെഡിക്കൽ കോളേജുകളിലെ അനാട്ടമി പഠനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുമായി ഇത് സാമ്യമുള്ളതാണ്. ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നത് കടാവറുകൾ ഉപയോഗിച്ചാണ്. എന്നാൽ 2600 വർഷങ്ങൾക്ക് മുമ്പേ സുശ്രുതൻ മനുഷ്യ ശരീരത്തിന്റെ ഘടന മനസ്സിലാക്കാൻ ശവശരീര പഠനം അനിവാര്യമാണെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ്: പുസ്തകജ്ഞാനം മാത്രം മതിയല്ല, മനുഷ്യ ശരീരത്തെ നേരിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ ശവശരീരങ്ങൾ വെള്ളത്തിൽ സൂക്ഷിച്ച് അതിന്റെ ഘടന പഠിക്കണമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചിരുന്നു. ഇത് ആ കാലഘട്ടത്തിൽ അത്യന്തം വിപ്ലവകരമായ ആശയമായിരുന്നു. ഇന്ന് ശസ്ത്രക്രിയ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം മോഡലുകളിലും ഡമ്മികളിലും പരിശീലനം നടത്തുന്നു. അതുപോലെ തന്നെ സുശ്രുതനും തന്റെ ശിഷ്യന്മാരെ നേരിട്ട് രോഗികളിൽ ശസ്ത്രക്രിയ നടത്താൻ അനുവദിച്ചിരുന്നില്ല. പകരം പച്ചക്കറികളിൽ മുറിവുണ്ടാക്കൽ, പഴങ്ങളിൽ മുറിക്കൽ പരിശീലനം, മൃഗങ്ങളുടെ അവയവങ്ങളിൽ അഭ്യാസം എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഇത് ആധുനിക മെഡിക്കൽ വിദ്യാഭ്യാസത്തിലെ സിമുലേഷൻ ട്രെയിനിങ്ങിന്റെ ആദിമ രൂപമായി പല ചരിത്രകാരന്മാരും വിലയിരുത്തുന്നു. കത്രിക, കത്തി, സൂചി, ഫോർസെപ്സ് തുടങ്ങിയ ഉപകരണങ്ങളുടെ ആദിമ രൂപങ്ങൾ ഉൾപ്പെടെ 120-ലധികം ഉപകരണങ്ങളെക്കുറിച്ച് സുശ്രുത സംഹിതയിൽ വിവരണമുണ്ട്. എന്തുകൊണ്ടാണ് സുശ്രുതൻ ഇന്നും പ്രസക്തൻ? ലോകത്തിലെ ആദ്യ ശസ്ത്രക്രിയാ വിദഗ്ധരിൽ ഒരാൾ, പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ്, ശാസ്ത്രീയ രീതിയിൽ വൈദ്യശാസ്ത്രം പഠിപ്പിച്ച ഗുരു, ആയുർവേദത്തെ ക്രമബദ്ധമായ ചികിത്സാ ശാസ്ത്രമാക്കി വികസിപ്പിച്ച മഹർഷി. ഇന്ന് ബ്രിട്ടനിലെ പ്രശസ്തമായ ശസ്ത്രക്രിയാ സ്ഥാപനം റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗ് മഹർഷി സുശ്രുതന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ വാർഷിക സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ആഗോള സ്വാധീനത്തിന്റെയും അംഗീകാരത്തിന്റെയും തെളിവായി കണക്കാക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ശസ്ത്രക്രിയാ വിദഗ്ധർ അംഗത്വം ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗ്. അത്തരമൊരു സ്ഥാപനം സുശ്രുതന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ പേരിൽ വാർഷിക സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തത് വെറും ആദര സൂചകമല്ല. ആധുനിക മെഡിക്കൽ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഭാരതീയ അറിവിന്റെ പങ്ക് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിന്റെ തെളിവാണത്. ഒരു കാലത്ത് കോളനി വാഴ്ചയിലൂടെ ഭാരതീയ അറിവുകളെ ചെറുതാക്കി കാണാൻ ശ്രമിച്ച പാശ്ചാത്യ ലോകം തന്നെയാണ് ഇന്ന് അതേ അറിവുകളെ ആദരവോടെ പഠിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഭാരതത്തിന്റെ മറന്നുപോയ ശാസ്ത്ര പൈതൃകം സുശ്രുതൻ മാത്രമല്ല, മഹർഷി ചരകൻ, ആര്യഭടൻ, ഭാസ്കരാചാര്യർ, വരാഹമിഹിരൻ തുടങ്ങിയ മഹാന്മാർ ലോകത്തിന് നൽകിയ സംഭാവനകൾ ഇന്നും പഠന വിഷയങ്ങളാണ്. ശൂന്യത്തിന്റെ കണ്ടുപിടുത്തം മുതൽ ഗ്രഹഗതികളുടെ കണക്കുകൂട്ടൽ വരെ, ആയുർവേദം മുതൽ ലോഹശാസ്ത്രം വരെ ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനകൾ അനവധിയാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ പലപ്പോഴും അവയുടെ മഹത്വം ആദ്യം തിരിച്ചറിയുന്നത് വിദേശ രാജ്യങ്ങളാണ്. ലോകം എന്തുകൊണ്ട് ഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു? ഇന്ന് യോഗ ലോകമെമ്പാടും പ്രചാരത്തിലുണ്ട്. ആയുർവേദത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വർദ്ധിക്കുന്നു. ഭഗവത്ഗീതയെ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. സംസ്കൃതത്തെ കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഗവേഷണങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സുശ്രുതന്റെ സംഭാവനകൾ വീണ്ടും ആഗോള ചർച്ചയാകുന്നു. ഇതെല്ലാം ഒരു യാദർശികതയല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതം സൃഷ്ടിച്ച ജ്ഞാന പാരമ്പര്യത്തിന്റെ ശക്തിയാണ് അതിന് പിന്നിൽ. സുശ്രുതന്റെ പ്രതിമ ബ്രിട്ടനിൽ സ്ഥാപിക്കപ്പെട്ടത് ഒരു വ്യക്തിക്കുള്ള ആദരവ് മാത്രമല്ല, അത് ഭാരതത്തിന്റെ ജ്ഞാന പൈതൃകത്തിനും സംസ്കാരത്തിനും ശാസ്ത്ര പാരമ്പര്യത്തിനും ലഭിച്ച ആഗോള അംഗീകാരമാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊന്നാണ്. നാം പലപ്പോഴും നമ്മുടെ പൈതൃകത്തെയും വീരഗാഥകളെയും സംസ്കാരത്തെയും സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ലോകം അതിനെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും പഠിക്കുകയാണ്. അവർ അതിനെ തിരിച്ചറിയുന്നു, അംഗീകരിക്കുന്നു, ചിലപ്പോൾ അനുകരിക്കാനും ശ്രമിക്കുന്നു. നമ്മുടെ യുദ്ധവീര്യങ്ങളും പൈതൃകവും സംസ്കാരവും ശാസ്ത്ര നേട്ടങ്ങളും വിദേശികളെ ഇന്നും ആകർഷിക്കുന്നു. ലോകം അതിന്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ ആദ്യം അതിന്റെ മഹത്വം തിരിച്ചറിയേണ്ടത് നമ്മളാണ്. കാരണം ഒരു ജനതയുടെ ഭാവി ശക്തമാകുന്നത് സ്വന്തം ചരിത്രത്തെയും പൈതൃകത്തെയും അഭിമാനത്തോടെ മനസ്സിലാക്കുമ്പോഴാണ്. 2600 വർഷങ്ങൾക്ക് മുമ്പ് കാശിയിലെ ഒരു ഗുരുകുലത്തിൽ നിന്ന് ആരംഭിച്ച ജ്ഞാനത്തിന്റെ വെളിച്ചം ഇന്ന് ബ്രിട്ടനിലെ ഒരു ലോകപ്രശസ്ത മെഡിക്കൽ സ്ഥാപനത്തിന്റെ ചുമരുകൾക്കുള്ളിൽ പ്രകാശിക്കുകയാണ്. അതാണ് ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തി, കാലം മായ്ക്കാൻ കഴിയാത്ത പൈതൃകത്തിന്റെ ശക്തി. ഇത് ആദ്യമായല്ല ഭാരതത്തിന്റെ മഹാന്മാർക്കും പൈതൃകത്തിനും ലോകം ആദരവ് അർപ്പിക്കുന്നത്. അടുത്തിടെ ഛത്രപതി ശിവാജി മഹാരാജനോടുള്ള ആദര സൂചകമായി ഇസ്രായേലിൽ അദ്ദേഹത്തിന്റെ ഭീമൻ വെങ്കല പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സ്വന്തം രാജ്യത്തിനും സ്വത്വത്തിനും വേണ്ടി പോരാടിയ ജനതയായ ജൂത സമൂഹത്തിന് ആത്മാഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും പ്രതീകമായ ശിവാജി മഹാരാജിൽ അവരുടെ ചരിത്രത്തിന്റെ പ്രതിഫലനം കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇന്ന് ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവായി അറിയപ്പെടുന്ന
മഹർഷി സുശ്രുതനെയും ബ്രിട്ടനിലെ പ്രമുഖ ശസ്ത്രക്രിയാ സ്ഥാപനം ആദരിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ഭാരതത്തിന്റെ വീരചരിത്രത്തെയും മറുവശത്ത് ശാസ്ത്ര പാരമ്പര്യത്തെയും ലോകം നെഞ്ചേറ്റുന്ന ഈ സംഭവങ്ങൾ ഒരു വലിയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ചരിത്രവും പൈതൃകവും സംസ്കാരവും പലപ്പോഴും നാം തന്നെ വേണ്ടത്ര തിരിച്ചറിയാതെ പോകുമ്പോൾ ലോകം അതിന്റെ മൂല്യം മനസ്സിലാക്കുകയും പഠിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. ഛത്രപതി ശിവാജി മഹാരാജിന്റെ ധീരതയും മഹർഷി സുശ്രുതന്റെ ശാസ്ത്ര പ്രതിഭയും രണ്ട് വ്യത്യസ്ത മേഖലകളിലേതാണെങ്കിലും അവ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുന്നത് ഒരേ സന്ദേശമാണ്. കാലത്തെ അതിജീവിക്കുന്ന മഹത്വമുള്ള ഒരു സംസ്കാരത്തിന്റെ പുത്രന്മാരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ പേരുകൾ ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുടെ മനസ്സുകളിലും ജീവിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ ഉയരുന്നതും ബ്രിട്ടനിലെ ലോക പ്രശസ്ത ശസ്ത്രക്രിയാ സ്ഥാപനത്തിൽ സ്ഥാപിക്കപ്പെടുന്നതും രണ്ടും ഒറ്റപ്പെട്ട വാർത്തകളല്ല. ലോകം ഭാരതത്തെ കാണുന്ന പുതിയ കാഴ്ചപ്പാടിന്റെ തെളിവുകളാണവ. നമ്മുടെ യുദ്ധവീര്യങ്ങളും ശാസ്ത്ര നേട്ടങ്ങളും സംസ്കാരവും പൈതൃകവും വിദേശികളെ ഇന്നും ആകർഷിക്കുന്നു. അവർ അവയെ പഠിക്കുന്നു, അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ചിലപ്പോൾ മാതൃകയാക്കാനും ശ്രമിക്കുന്നു. ലോകം നമ്മുടെ മഹത്വം തിരിച്ചറിയുമ്പോൾ അതിന്റെ യഥാർത്ഥ മൂല്യം ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. കാരണം ഒരു ജനതയുടെ ഭാവിയെ ശക്തിപ്പെടുത്തുന്നത് അവരുടെ സമ്പത്തോ സാങ്കേതിക വിദ്യയോ മാത്രമല്ല, സ്വന്തം ചരിത്രത്തോടും പൈതൃകത്തോടുമുള്ള അഭിമാന ബോധം കൂടിയാണ്. മഹർഷി സുശ്രുതൻ ഒരു വൈദ്യൻ മാത്രമായിരുന്നില്ല, മനുഷ്യന്റെ വേദന കുറയ്ക്കാൻ ശാസ്ത്രത്തെ ഉപയോഗിച്ച ഒരു മഹാനായ ഗവേഷകനും അധ്യാപകനും ദർശകനുമായിരുന്നു. 2600 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ അറിവുകൾ ഇന്നും മെഡിക്കൽ ചരിത്രത്തിൽ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലം എത്ര മാറിയാലും ശസ്ത്രക്രിയയുടെ ചരിത്രം എഴുതുമ്പോൾ ആദ്യം അധ്യായങ്ങളിൽ ഒരിടത്ത് സുശ്രുതന്റെ പേര് അനിവാര്യമായി രേഖപ്പെടുത്തും. ലോകം ഇന്ന് സുശ്രുതനെ ആദരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും വെളിച്ചം ലോകത്തിന് പകർന്ന ഭാരതീയ സംസ്കാരത്തെയും പൈതൃകത്തെയും കൂടിയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.